everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 66th lecture on Strategic Cost and Management Accounting. This lecture is based on Standard Costing and Variance Analysis, which is the third module in the subject Strategic Cost and Management Accounting for Semester 3 students of MCOM. In previous lecture, we were discussing about labor variances, and in this lecture, we are going to discuss about overhead variance. നമ്മൾ ഇതുവരെ മെറ്റീരിയൽ വേരിയൻസസും ലേബർ വേരിയൻസസുമാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓവർഹെഡ് വേരിയൻസ് ആണ്. ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഇൻഡയറക്റ്റ് വേജസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഇതിൻ്റെ എല്ലാം കൂടി അഗ്രഗേറ്റ് ആണ് ഓവർഹെഡ് എന്ന് പറയുന്നത്. ഓവർഹെഡ് വേരിയൻസിൽ നോക്കിക്കേ, ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് ആണ്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ഓവർഹെഡ് അലോഡ് ഫോർ ദ ആക്ച്വൽ ഔട്ട്പുട്ട് അച്ചീവ്ഡ് ആൻഡ് ദ ആക്ച്വൽ ഓവർഹെഡ് കോസ്റ്റ് ഇൻകേർഡ്. അതായത് അച്ചീവ് ചെയ്ത ആക്ച്വൽ ഔട്ട്പുട്ടിനായി അലോഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ഓവർഹെഡും കാണും, ഇൻകേർഡ് ആയ ആക്ച്വൽ ഓവർഹെഡ് കോസ്റ്റും കാണും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ്. ഇൻ അതർ വേർഡ്സ്, ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് ഇസ് അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്സ്. അതായത് ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ അണ്ടർ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്സ് ആണ്, അല്ലെങ്കിൽ ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്സ് ആണ്. ഇനി നമുക്ക് ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസിൻ്റെ ഫോർമുല നോക്കാം. രണ്ട് ഫോർമുലയുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഓവർഹെഡ് റേറ്റ് പെർ യൂണിറ്റ് മൈനസ് ആക്ച്വൽ ഓവർഹെഡ് കോസ്റ്റ്. Second formula is standard hours for actual output into standard overhead rate per hour minus actual overhead cost. നമ്മൾ പറഞ്ഞിരുന്നു ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത് ആക്ച്വൽ ഔട്ട്പുട്ടിന് അലോഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ഓവർഹെഡും ആക്ച്വൽ ഓവർഹെഡ് കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണെന്ന്. അതനുസരിച്ചുള്ള ഫോർമുലയാണിത്. ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഫസ്റ്റ് വൺ വേരിയബിൾ ഓവർഹെഡ് വേരിയൻസ്, സെക്കൻഡ് വൺ ഫിക്സ്ഡ് ഓവർഹെഡ് വേരിയൻസ്. ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസിനെ വേരിയബിൾ ഓവർഹെഡ് വേരിയൻസ് എന്നും ഫിക്സ്ഡ് ഓവർഹെഡ് വേരിയൻസ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യം വരുന്നത് വേരിയബിൾ ഓവർഹെഡ് വേരിയൻസ് ആണ്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് അലോഡ് ഫോർ ദ ആക്ച്വൽ ഔട്ട്പുട്ട് അച്ചീവ്ഡ് ആൻഡ് ദ ആക്ച്വൽ വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ്. അതായത് അച്ചീവ് ചെയ്ത ആക്ച്വൽ ഔട്ട്പുട്ടിന് അലോഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് കാണും ആൻഡ് ആക്ച്വൽ വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റും കാണും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് വേരിയബിൾ ഓവർഹെഡ് വേരിയൻസ്. ഈ വേരിയബിൾ ഓവർഹെഡ് വേരിയൻസ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എക്സ്പെൻഡിച്ചർ വേരിയൻസ് ഓൺലി ബിക്കോസ് ഇൻ പ്രപ്പോർഷൻ ടു പ്രൊഡക്ഷൻ ഈ വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് വേരി ചെയ്തുകൊണ്ടിരിക്കും. എക്സ്പെൻഡിച്ചറിൽ ഒരു ചേഞ്ച് വന്നാലും ഈ ഒരു വേരിയൻസിന് കാരണമാകും. വേരിയബിൾ ഓവർഹെഡ് വേരിയൻസിന് രണ്ട് ഫോർമുലയുണ്ട്. ഫസ്റ്റ് വൺ ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡ് റേറ്റ് മൈനസ് ആക്ച്വൽ വേരിയബിൾ ഓവർഹെഡ്സ്. ആൻഡ് ദ സെക്കൻഡ് ഫോർമുല ഇസ് സ്റ്റാൻഡേർഡ് അവേഴ്സ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡ് റേറ്റ് പെർ അവർ മൈനസ് ആക്ച്വൽ വേരിയബിൾ ഓവർഹെഡ്സ്. Some accountants may also find out variable overhead efficiency variance like labor efficiency variance. അതായത് ചില അക്കൗണ്ടൻസ് ലേബർ എഫിഷ്യൻസി വേരിയൻസ് കമ്പ്യൂട്ട് ചെയ്യുന്നത് പോലെ വേരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി വേരിയൻസ് കണ്ടെത്താറുണ്ട്. വേരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി വേരിയൻസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഇഫ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ആക്ച്വൽ ടൈം ടേക്കൺ ആൻഡ് ടൈം അലോഡ് ഈസ് ഗിവൺ. അതായത് ആക്ച്വൽ ടൈം ടേക്കണും ടൈം അലോഡും തന്നിട്ടുണ്ട് എങ്കിൽ വേരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇൻ സച്ച് എ കേസ് വേരിയബിൾ ഓവർഹെഡ് വേരിയൻസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു ടു പാർട്സ്. ആ ഒരു കേസിൽ വേരിയബിൾ ഓവർഹെഡ് വേരിയൻസിനെ ടു പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് വൺ ഇസ് വേരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ് ഓർ വേരിയബിൾ ഓവർഹെഡ് ബഡ്ജറ്റ് വേരിയൻസ് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് വേരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി വേരിയൻസ്. നമുക്ക് വേരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ് ഓർ വേരിയബിൾ ഓവർഹെഡ് ബഡ്ജറ്റ് വേരിയൻസിൻ്റെ ഫോർമുല നോക്കാം. രണ്ട് ഫോർമുലയുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ് ഇൻറ്റു സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡ് റേറ്റ് പെർ അവർ മൈനസ് ആക്ച്വൽ വേരിയബിൾ ഓവർഹെഡ്സ്. സെക്കൻഡ് വൺ ഇസ് ആക്ച്വൽ അവേഴ്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡ് റേറ്റ് പെർ അവർ മൈനസ് ആക്ച്വൽ വേരിയബിൾ ഓവർഹെഡ് റേറ്റ് പെർ അവർ. ലേബർ റേറ്റ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സെയിം വേയിലാണ് വേരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ,
ആൻഡ് വേരിയബിൾ ഓവർ ഹെഡ് എഫിഷ്യൻസി വേരിയൻസിൻ്റെ ഫോർമുല നോക്കാം. ഇതിനും രണ്ട് ഫോർമുല ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് സ്റ്റാൻഡേർഡ് ടൈം ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ ഇൻറ്റു സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർ ഹെഡ് റേറ്റ് പെർ അവർ മൈനസ് ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ് ഇൻറ്റു സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർ ഹെഡ് റേറ്റ് പെർ അവർ. Second formula is standard variable overhead rate per hour into standard hours for actual production minus actual hours. We will discuss the balance portion under overhead variance in the coming lectures. Thank you.